മാത്രമല്ല മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടാം, കൺസോളിഡേറ്റ് ചെയ്യപ്പെടാം. അത് UDF-ലേക്ക് മാത്രം വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. LDF-ലേക്ക് ആകാം BJP-യെ തോൽപ്പിക്കാൻ. അതെ, ഞങ്ങൾ പറയുന്നത് അങ്ങനെ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി അല്ല ഇവരിപ്പോ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത് BJP-യിൽ നിന്ന് വോട്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് CPM രക്ഷപ്പെടണം. അപ്പോൾ അതല്ലാതെ കണ്ട് ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ച് CPM-ന്റെ വോട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പഴയ ആരോപണത്തിന് മറുപടി പറയേണ്ടി വരും. നിയമത്തിൽ എന്താണ് സംഭവിച്ചത്? ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറന്നപ്പോൾ അവിടെ ആരാണ് സഹായിച്ചത് എന്നുള്ള ചോദ്യം വരും. അതെ, UDF-ന് വോട്ട് കുറഞ്ഞുകൊണ്ടാണല്ലോ അവിടെ BJP ജയിച്ചത്. അല്ല, ഞങ്ങള് അത്തരം കാര്യങ്ങളെ വില കുറച്ച് കാണുകയല്ല. ഇതൊക്കെ കാര്യങ്ങൾ സമയാസമയങ്ങൾ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും പഠനം നടത്തിക്കൊണ്ട് അത് എന്ത് തരത്തിലാണ് നമുക്കൊരു വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDF-ന് മാത്രമല്ല LDF-നും പിന്തുണ നൽകുന്നുണ്ട് ഇത്തവണ. അല്ല, ശരിയാണല്ലോ? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയാണല്ലോ അല്ലെ? അതിനകത്ത് ഒരു മാറ്റവും ഇല്ലല്ലോ. ആര് സ്വീകരിക്കുന്നു? UDF. അല്ല, UDF ഞങ്ങൾക്കിപ്പോൾ ഒരാൾ പറയുകയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു, ഞങ്ങൾ വേണ്ടെന്നൊന്നും പറയുന്നില്ല. അതല്ലാതെ കണ്ട് ഞങ്ങൾ ആരുടെയും പുറയിൽ പോയി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെയും പിന്നിൽ പോയി അവരുടെ പുറകെ നടക്കുന്ന ഏർപ്പാടുകളില്ല. അത് നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തേണ്ട ആളുകളെ നിർത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ബന്ധപ്പെടാൻ പറ്റാത്തവരാണ് എന്നുള്ള അഭിപ്രായമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയവാദം ആരുയർത്തിയാലും അതിനെതിരെയാണ് ഞങ്ങളുടെ ശബ്ദം. ഞങ്ങൾ എപ്പോഴും മതേതരത്വത്തിൽ വിശ്വാസങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മതേതര വിശ്വാസങ്ങൾക്ക് അപ്പുറമായി വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു ഏർപ്പാടുകൾ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കല്ലാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വിധിയെഴുത്ത് നടത്തിക്കൊണ്ട്, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇന്ന് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം കേരളത്തിലുണ്ടാകും. എന്നാൽ SDPI ഇവിടെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അത് ആരെ സഹായിക്കാനാണ് എന്നുള്ള അങ്ങനെ ഒരു ചിന്തയുണ്ടോ UDF-ന്? ഇല്ല, അങ്ങനെ ആ ഒരു ചിന്തയൊന്നും ഞങ്ങൾക്ക് ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എന്താ പക്ഷേ എങ്കിലും മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ കൺസോളിഡേഷൻ തീർച്ചയായിട്ടും UDF-ന് അനുകൂലമായിട്ട് വരും. ഇത്തവണ ഈ വലിയ ആത്മവിശ്വാസമുള്ള സമയത്തും കേരള കോൺഗ്രസ് എമ്മിനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ UDF ശ്രമിച്ചിരുന്നു. അതും അന്നൊരു ആത്മവിശ്വാസപൂർവ്വമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ജോസ് കെ മാണി ആ പക്ഷത്താണ്. അവിടെ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. അത് കഴിഞ്ഞ തവണ തിരിച്ചടി ഉണ്ടാക്കിയതാണ്. അല്ല, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ആദ്യം അഭിപ്രായം പറഞ്ഞ ഒരാൾ ഞാനാണ്. UDF കൺവീനർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, ജോസ് കെ മാണി ഉൾപ്പെടെ അതുപോലെ CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസുമായി സഹകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ജോസ് കെ മാണി ഈ ഒരു കാരണവശാലും അപ്പുറത്തു നിന്ന് വിട്ടുവരാൻ, അത് എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല, വിട്ടുവരാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ചർച്ചകളോട് അവസാനിപ്പിച്ചു. ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ആരും പോയിട്ടില്ല. എന്തായാലും പിന്നെ ഒരു UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ചർച്ചയും ജോസ് കെ മാണിയുമായി നടത്താനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം അന്നും ഇപ്പോഴും ഉണ്ടായിരുന്നത് ഇവർ ഞങ്ങളോടൊപ്പം വരണമെന്ന്. ക്രൈസ്തവ വോട്ടുകളെല്ലാം ജോസ് കെ മാണിയുടെ കയ്യിലാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോൾ പാലായിൽ എന്താ ജോസ് കെ മാണിക്ക് ജയിക്കാൻ പറ്റാതെ പോയത്? ജോസ് കെ മാണി അവിടെ ജയിക്കാൻ പറ്റാതെ പോയത് ക്രൈസ്തവ വോട്ടുകളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ തെറ്റായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ അവകാശപ്പെടും. ആ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കോൺഗ്രസ് അവഗണിച്ചു, 10-ൽ നിന്ന് 8 കുറച്ചു. അത് ഞങ്ങൾ അവഗണിച്ചല്ല. ഞങ്ങളൊരു പൊതുധാരണ, ഒരു UDF സംവിധാനമാകുമ്പോൾ ഞങ്ങളൊരു പൊതുധാരണ, അതായത് പിന്നെ മുസ്ലിം ലീഗുമായി ഒരു പൊതുധാരണ, അതേപോലെ കേരള കോൺഗ്രസുമായിട്ടൊരു ധാരണ, ഇങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ ഉണ്ടാകുന്ന അവസരത്തിൽ അവർ തന്നെ ചില സീറ്റുകൾ ഞങ്ങൾക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞാൽ ആ സീറ്റുകൾ ഞങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ UDF-ന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം എന്താ? ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കേരള കോൺഗ്രസ് ആയാലും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ആണെങ്കിലും RSP ആണെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമവും
കൂട്ടായ പ്രവർത്തനവും ഞങ്ങളുടെ ഏക ലക്ഷ്യമെന്ന് പറഞ്ഞ് UDF അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള വഴിയൊരുക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള മുഖ്യ വിഷയം തന്നെയാണോ ഇത്തവണ? തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ള മുഖ്യ വിഷയമാണ്. പക്ഷേ ആ മുഖ്യ വിഷയം എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതികളെല്ലാം അകത്തുണ്ടോ? എല്ലാവരെയും പുറത്തു വിട്ടു. SIT രൂപീകരിച്ചു. കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് SIT രൂപീകരിച്ചത്. ആ SIT രൂപീകരിച്ച് അവർ പിന്നെ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിഭാഗത്ത് വന്ന ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നു? ആ രക്ഷപ്പെട്ട് പുറത്തു വരാനുള്ള അവസരം ഒരുക്കിയത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തൽ നടത്തട്ടെ. താങ്കൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു? താങ്കളെ മൊഴിയെടുത്തതും ചോദ്യം ചെയ്തതൊക്കെയാണല്ലോ. അല്ലല്ല, നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. എന്നെ ഞാൻ രക്ഷപ്പെട്ടതൊന്നുമല്ല. എന്ന് വെച്ചാൽ ഈ 2019 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ നിയോജകമണ്ഡലത്തിൽ എൻ്റെ വോട്ടറാണ്. എൻ്റെ വോട്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം കാരേറ്റ് ഭാഗത്ത് ആണ് താമസം. എൻ്റെ വോട്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞത്, ഞങ്ങൾ ഒരു അന്നദാനം ശബരിമലയിൽ നടത്തുന്നുണ്ട്, അത് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് എന്നോട് റിക്വസ്റ്റ് വെച്ചു. ആ റിക്വസ്റ്റ് വെച്ചപ്പോൾ ഞാൻ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പൂജാതി കർമ്മങ്ങളിൽ ഒക്കെ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ അതിന് പിന്നിലുള്ള രഹസ്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ഒരു വിശ്വാസത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ ഞാനവിടെ പോയിരുന്നു, ഞാനതിൽ പങ്കെടുത്തിരുന്നു. അന്ന് ആ അന്നദാനം നടത്തുന്ന അവസരത്തിൽ ഞാൻ മാത്രമല്ല, അന്ന് പോലീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പേര് ശ്രീജിത്ത്, ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അത് ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഒരാൾ വന്ന് എന്നോടൊരു കാര്യം പറയും. ചിലപ്പോൾ തെറ്റും ശരിയും ഉണ്ടാകാം. ആ തെറ്റും ശരിയും ഉണ്ടാകാം എന്ന് പറയുമ്പോൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു കാരണവശാലും ഞാനവിടെ പോയില്ലായിരുന്നു. പിന്നീട് ഇതൊക്കെ പുറത്തു വന്നപ്പോഴാണല്ലോ കാര്യങ്ങൾ ഓരോന്നോരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തുവാനുള്ള സാഹചര്യം എങ്ങനെയാണ്? സോണിയാഗാന്ധി ആര് പരിചയപ്പെടുത്തി? ഞാനല്ല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാനത് തുറന്ന് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ എന്നെ ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ അദ്ദേഹത്തിൻ്റെ മൊഴിയും ചോദ്യം ചെയ്തതിലൂടെ എടുത്തിട്ടുള്ള മൊഴി ശരിയോ എന്ന് നോക്കുന്നതിന് വേണ്ടി എൻ്റെ കൂടി ഒന്ന് മൊഴിയെടുക്കണം. അതല്ലാതെ എന്നെ ചോദ്യം ചെയ്യലൊന്നും നടത്തിയില്ല. അന്ന് മീഡിയാസ് എല്ലാം ആഘോഷിച്ചത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമാണ്. എന്തോ ഒരു പറച്ചിലായിരുന്നു എന്നുണ്ടായത്. പ്രതിപക്ഷം അല്ല, ഭരണപക്ഷം അതിനെ ഡിഫെൻഡ് ചെയ്തത്, ഈ സ്വർണ്ണക്കൊള്ളയെ ഡിഫെൻഡ് ചെയ്തത് എങ്ങനെയാണ് താങ്കൾക്ക് അറിയാം, നന്നായിട്ട് അറിയാം. ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുൻപാകെ കൊണ്ടുപോയി, അതായത് അത് ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറയില്ല, ഞാൻ കൊണ്ടുപോയി എന്ന് അദ്ദേഹവും പറയില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ ഡൽഹി വരുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ട്, സാറ് കൂടി ഒന്ന് വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും സോണിയാഗാന്ധിയുടെ എല്ലാ സെക്യൂരിറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അവസരം വന്നപ്പോൾ ഞാൻ കൂടി പോയി എന്നുള്ളത് സത്യാവസ്ഥ. പോയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് അപ്പോയിൻമെന്റ് എടുത്തു കൊടുത്തു ഒന്നും ഞാനല്ല. അത് താങ്കൾക്കൊരു ബാധ്യതയായി മാറുകയും എനിക്ക് ഒരു ബാധ്യത ഒരു ബാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ബാധ്യത വരേണ്ട വേറൊരാളുണ്ട്. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കണം. കടകംപള്ളിയാണോ? കടകംപള്ളിയുണ്ട്. അതിനേക്കാൾ ഉപരിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമല്ലേ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് നിന്ന് പടമെടുത്തതൊക്കെ ഉണ്ടല്ലോ. പടമെടുത്തതിന്റെ പേരിൽ കുറ്റക്കാരനായി മാറുന്നു എങ്കിൽ അതൊരിക്കലും ഒരു ശരിയായ കാര്യം. സോണിയാഗാന്ധിയുടെ ഹൈ സെക്യൂരിറ്റി ലെവൽ, അപ്പോൾ അവൾ കെ കരുണാകരന് പോലും ആക്സസ് ഇല്ലാത്തൊരു സ്ഥലം, അവിടെ എംപിമാരാണ് എന്നുള്ള ആരോപണം. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്, MP എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തോട് ഒപ്പം പോയി എന്നുള്ള സത്യാവസ്ഥയാണ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അപ്പോയിൻമെന്റ് എടുത്തു കൊടുത്തത് ഞാനല്ല. ആരിൽ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുകയും ചെയ്തു. എന്നോട് SITയിലെ SP എൻ്റെ മൊഴി വേണം, ഒന്ന് വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തതാണ്. മൊഴി കൊടുത്ത അവസരത്തിൽ ഈ കാര്യങ്ങളെല്ലാം എന്നോട് ചോദിച്ചു. ഞാനിതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
അത് ഇതോടുകൂടി ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു താങ്കളുടെ അല്ലേ? എൻ്റെ ചാപ്റ്റർ എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. എനിക്ക് ഒരു ചാപ്റ്ററും ക്ലോസ് ചെയ്തോ അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആളുകൾ അകത്ത് കിടക്കുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സത്യാവസ്ഥ. ഈ റാന്നി ശബരിമല ഉൾപ്പെടുന്ന പ്രദേശമാണ്, അവിടെയും ഡീൽ ആരോപണം ഉന്നയിക്കുകയാണല്ലോ. അത് പക്ഷെ അതെങ്ങനെ സിങ്കായി പോകും റാന്നി? അല്ല, അതേക്കുറിച്ച് എനിക്കത് കൃത്യം ഞാനതിന് മറുപടി ഇപ്പം തൽക്കാലം പറയുന്നില്ല. എന്തായാലും LDFും BJPയും തമ്മിൽ പലയിടങ്ങളിലും ഒരു ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. ആ ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ UDFന് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് അവർ നോക്കിക്കണ്ടുകൊണ്ട് മുമ്പോട്ട് വരിക. അപ്പോൾ കോന്നിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് താങ്കൾ, കാരണം താങ്കളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അല്ലേ? അത് ഞാൻ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് കോന്നിയിലെ പല കാര്യങ്ങളിലും അപ്പോഴപ്പോൾ ബന്ധപ്പെടുന്ന UDF കൺവീനർ എന്നുള്ള നിലയെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഓടി നടക്കണം എന്നുള്ളതുകൊണ്ട് അതുകൂടി ഇതിനിടയ്ക്ക് നടത്തുകയാണ്. ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ജോലികൾ UDFന് വേണ്ടി നിറവേറ്റുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉത്തരവാദിത്വം. കോന്നിയിൽ വീഴ്ച സംഭവിച്ചാൽ അത് താങ്കളുടെ ഉത്തരവാദിത്വമല്ല, അത് ഹൈക്കമാൻഡിന്റെയാണ്. അല്ല, അത് അങ്ങനൊന്നും ഞാനിപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. അതിനൊന്നും മറുപടി ഇപ്പോൾ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ ഉള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയും. ശരി, നന്ദി. എന്തായാലും താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.